മൈത്രേൻ എന്താണ് അടുത്ത് എന്താണ് പൃഥ്വിരാജിന് സിനിമ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടു. എന്തായാലും സത്യാവസ്ഥ നിങ്ങളങ്ങനെ പറഞ്ഞോ സ്റ്റേറ്റ്മെന്റ്? പൃഥ്വിരാജിൻ്റെ സിനിമ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ആ പൃഥ്വിരാജിന് നല്ല സിനിമ എടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ലെന്നാണ് പറഞ്ഞു. അതാ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാന്? അപ്പോൾ എന്താ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല. അതന്നെ ഇപ്പോൾ എമ്പുരാൻ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. സിനിമ ഹിറ്റാകുന്നതുകൊണ്ടല്ല, നല്ല സിനിമയും ചീത്ത സിനിമയാണ്. അതിന് വേറെ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. സിനിമ നല്ല സിനിമകളെന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധത. പക്ഷേ ഇപ്പോൾ എമ്പുരാൻ്റെ ആദ്യത്തെ 20 മിനിറ്റ് എന്താണോ ഇവിടെ BJPയും RSS ഒളിച്ചു വയ്ക്കണം ശ്രമിച്ച സാധനം അതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതിന് വേറൊരു നിലവാരമുണ്ട്. ശരിക്കും സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടോ പൊളിറ്റിക്കലായിട്ട്? അതെനിക്കറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടില്ല. ഞാനത് കാണാതെ ഇരിക്കുകയും ബാക്കിയുള്ളവർ പറയുകയൊക്കെ ചെയ്യുന്നതിനും പിന്നെ ഇപ്പോൾ അവരത് എഡിറ്റ് ചെയ്യണമെന്ന് നിർബന്ധിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് എന്തായാലും അവരത് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ എന്താണോ അവർ മറച്ചു വയ്ക്കാനായിട്ട് വിശ്വഗുരു ഒക്കെ ആകാനായിട്ട് അഭിനയിക്കുന്ന ഒരു ക്രിമിനലിനെ നമുക്ക് വീണ്ടും പുറത്താക്കി കാണിച്ചു തന്നു എന്നുള്ളത് ചെറിയ കാര്യമൊന്നും. അത് ശരിക്കും ഭയങ്കര റെലവൻ്റ് അല്ലായിരുന്നു. ശരിക്കും മണ്ണ് ഇട്ട് മൂടിയിട്ട് അത് അവർ ആ സിനിമയ്ക്കകത്ത് അവരത് എടുത്തിരിക്കുന്നത് സിനിമയുടെ ബാക്കിയുള്ളതിനകത്ത് തമ്മിൽ ആ നിലവാരത്തിൽ ബന്ധമില്ലെന്ന് കാണാനുണ്ട്. അത് ആളുകൾ എഴുതിയിരിക്കുന്നത് പറയുന്നത് ഞാൻ കാണാതാണ് വീണ്ടും ഇത് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സിനിമയുടെ മെയിൻ തീമിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടാണ് അത് നിൽക്കുന്നത്. പക്ഷേ ആ പശ്ചാത്തലമായിട്ട് നിൽക്കുമ്പോഴും അതവർ കാണിച്ചു എന്നുള്ളത് ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ആ സിനിമയെ ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടാൻ ബാധ്യത വരും. രാഷ്ട്രീയമായിട്ട് എന്താണോ ഇവിടുത്തെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും മറച്ച് അവരെ നല്ല ആളുകളായി വികസനത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് മാറുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് യഥാർത്ഥത്തിലുള്ള അവരുടെ ചെയ്തികളെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. അത് അവർക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ഇതുപോലൊരു സിനിമയിൽ ചെയ്യുന്നത് കാരണം കൊണ്ട് ആയിരക്കണക്കിന് വീഡിയോകൾ സത്യസന്ധമായിട്ട് അവിടുത്തെ പ്രശ്നങ്ങളെയൊക്കെ നമ്മളൊക്കെ പറയാൻ ശ്രമിക്കുക, ആയിരക്കണക്കിന് വീഡിയോകളിലൂടെ പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതിനെ 1000 മടങ്ങ് വേഗതയിൽ എല്ലായിടത്തും അത് പറയാനും സംസാരിക്കാനും ഇത്തരത്തിലൊരു സിനിമയ്ക്കകത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ വിഷയം പൊന്തി വന്നതിൽ ശരിക്കും നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? കാണിച്ചോ? അതിനൊന്നും ഇത്ര സംശയം. ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട തന്നെയാണ്. ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും കേന്ദ്രമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഇന്ത്യ ഇത്രയധികം ധ്രുവീകരിച്ച ഒരു ഇൻസിഡൻ്റാണ് രണ്ടാമത്തെ ഇൻസിഡൻറ്റ്. ഒന്നാമത്തെ ഇൻസിഡൻറ്റ് പള്ളി പൊളിക്കുക എന്ന് പറയുന്നതായിരുന്നു. അവർ അത് ചെയ്തെടുത്ത് അത് കഴിഞ്ഞ് അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഈ കലാപങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊന്ന് കെട്ടടങ്ങി ശരിക്കും പറഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ പുതിയ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഈ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വരുത്തുന്ന ലിബറലൈസേഷൻ, ഇത്തരത്തിലുള്ള മാറ്റമെല്ലാം വന്ന് ഇന്ത്യയെ ഒന്ന് കുതിക്കാൻ തുടങ്ങിയ സമയത്താണ് അതിനെ പരമാവധി ധ്രുവീകരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അല്ലാതാക്കി കളഞ്ഞു. അത് ആ ഒരു ഇൻസിഡൻ്റാണ്. അതിനകത്ത് അവർ ലെജിറ്റിമേഷൻ എന്നുള്ള നിലവാരത്തിൽ 12,000 മനുഷ്യരെ കൊന്നതിന് ന്യായം പറയുന്നത് ഈ ഒരു 59 പേര് ട്രെയിനിനകത്ത് തീ വന്ന് മരിച്ചു എന്ന് പറയുന്നതന്നെ അത് തീ വെച്ച് കൊന്നതാണെന്നാണല്ലോ പ്രചരിപ്പിക്കപ്പെട്ടത്. അന്ന് കിട്ടിയിട്ടുള്ള എല്ലാ ഫോറൻസിക് തെളിവുകളും നമ്മളെല്ലാവരും പോയി പരിശോധിക്കുകയും എടുക്കുകയും ചെയ്തതാണ്. കേരളത്തിൽ നിന്ന് VR കൃഷ്ണയ്യരെ പോലുള്ള ആൾക്കാരെല്ലാം പോവുകയും അവർ പോയി അതെല്ലാവരുടെയും ഇത് എന്ന് പറയുന്നത് ഈ തീ പിടിച്ചത് സ്വാഭാവികമായ രീതിയിൽ അകത്തു നിന്നാണ്. ആ സ്വാഭാവികം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് ബാക്കിയെല്ലാം പ്ലാൻ ചെയ്തവർ തന്നെയാണ് അതും പ്ലാൻ ചെയ്തതെന്നുള്ളത് കാര്യം നോക്കേണ്ടതുണ്ട്. പക്ഷെ അത് നമുക്കറിയില്ല. എന്തായാലും തീ പുറത്തുനിന്ന് വെച്ചതല്ല എന്നുള്ള കാര്യം അന്ന് പരിപൂർണമായി ബോധ്യമാകുന്ന നിലവാരത്തിലാണ് അന്വേഷിക്കാൻ പോയ എല്ലാവരും. അതേപോലെ ഈ സാങ്കേതികമായ വിദ്യകൾ ഉപയോഗിച്ച് അതിന് പരിശോധിക്കാൻ പോയിട്ടുള്ള പോലീസുകാരും, പഠിക്കാൻ പോയവരും, നോക്കാൻ പോയവരും. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസും അവിടുത്തെ കോടതിയെല്ലാം മാറിപ്പോയതും അവിടുത്തെ ആ തരത്തിലുള്ള എല്ലാ കേസുകളും ഗുജറാത്തിന് പുറത്ത് കൊണ്ടുവന്ന് ചെയ്യേണ്ടി വന്നിരിക്കുന്ന നിലവാരത്തിൽ അവിടുത്തെ കോടതി അവരുടെ RSSന് കീഴടങ്ങിപ്പോയെന്നുള്ളത് കണ്ടതാണ്. ഞാനൊക്കെ കുട്ടിയാണെന്ന് എനിക്കങ്ങനെ ഗുജറാത്ത് കലാപം എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് അതുണ്ടായിട്ടുള്ളത്. ആ കലാപം ഉണ്ടായിട്ടുണ്ട്, അവിടെ കൊല്ലുന്നുണ്ട്, ഞാനൊക്കെ കേട്ടിട്ടുള്ളത് ഇങ്ങനെ അതാണ് ഞാൻ കേട്ടിട്ടുള്ളത്.
ഗുജറാത്തിൽ കലാപം ഉണ്ടായിട്ടില്ല. എന്താണ് അവിടെ ഉണ്ടായത്? ഗുജറാത്തിൽ കലാപം ഉണ്ടായില്ല. നിങ്ങൾ എവിടെയായിരുന്നു ആ ഗുജറാത്തിൽ സമയത്ത്? എവിടെയായിരുന്നു? ഉണ്ടായത് വംശഹത്യയാണ്. വംശഹത്യയാണ്. ജനോസൈഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വംശഹത്യയാണ്. രണ്ട് കൂട്ടർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപം ഉണ്ടായിട്ടില്ല. വംശഹത്യ. രണ്ടു കൂട്ടരും അതാണ് കലാപല്ലേ? അതാണ് കലാപം. മറ്റേത് ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടർ കൊല്ലുന്നതല്ല കലാപം. അതുകൊണ്ട് ഗുജറാത്ത് കലാപമൊന്നുമല്ല, ഗുജറാത്ത് വംശഹത്യ എന്ന് തന്നെ നമ്മൾ അറിയേണ്ടതാണ്. എന്ന് നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? കേരളത്തിലായിരുന്നു ഞാൻ. ഇവിടുന്ന് നമ്മൾക്കെല്ലാവരും, നമുക്ക് ഈ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവിടെ പോവുകയും തിരക്കി ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗുജറാത്തിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ. പക്ഷേ ഭാഷാപരമായി എനിക്ക് ഈ ഹിന്ദി അങ്ങനെ പറയാൻ സത്യത്തിൽ ഈ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നടന്ന് കാര്യങ്ങൾ കേൾക്കുന്നു എന്നുള്ളതിനപ്പുറത്തോട്ട് നമുക്കൊരിക്കലും അത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ദുരിതമാണ് ഈ ഭാഷ. അപ്പോൾ നമുക്ക് ആളുകളുമായിട്ട് നേരിട്ട് സംവദിച്ച് മനസ്സിലാക്കാനൊക്കുന്ന ഒരു സ്ഥലമല്ല. എന്നാലും അവിടുന്ന് കിട്ടിയത് എന്തായിരുന്നു? എന്ന് പറഞ്ഞാൽ ടീ സ്റ്റേ ഒക്കെ ആയിരുന്നു. അതിനകത്ത് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഈ കളക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഒഫീഷ്യലായിട്ട് ആൾക്കാർ പോയിട്ട് ഞാൻ കൃഷ്ണയ്യരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നത്, അത് അവർ പോയിട്ട് വന്നിട്ടായിരുന്നു അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാ റിപ്പോർട്ട്, എല്ലാ അന്നത്തെ എൻക്വയറി കമ്മീഷൻ വെച്ചിരിക്കുന്ന എല്ലാവരും ഈ തീ ഈ ഇതിനകത്തുനിന്ന് പിടിച്ചതാണ് എന്നുള്ളതാണ്. അത് നമ്മളെല്ലാം അന്ന് വിചാരിക്കുന്ന കാര്യമുണ്ട്. ഈ കർഷകർ എന്ന് പറഞ്ഞ് പോകുന്നവർ മുഴുവൻ പേരും ഒരാഴ്ചയൊക്കെ ആയിട്ട് ഒരിടത്ത് പോയി അവിടെ എന്താണ് ഈ കല്ല് പൂജിച്ച് കൊണ്ടുപോകുന്നവരെ ആയിരുന്നു അന്ന് കർഷകർ എന്ന് വിളിച്ചിരുന്നത്. അവരവിടെ കല്ല് കൊണ്ടുപോയി കൊടുക്കുന്ന, അവർ ഒരു ട്രിപ്പിന് പോകുന്ന പോലെ, പിൽഗ്രിമേജിന് പോകുന്ന പോലെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ അവരുടെ കൂടെ തന്നെ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ ഇന്നും നമുക്ക് റീസെൻ്റ് ആയിട്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ ട്രെയിനിനകത്ത് ഈ സ്റ്റൗ വെച്ച് കത്തിക്കുന്നത് നമ്മൾ കാണാത്തത്. മറ്റേത് ആൾക്കാർ, വടക്കേ ഇന്ത്യക്കാർ മുഴുവൻ പേരും എല്ലാവരും ഒരു 2 ദിവസം 3 ദിവസത്തെ ജേർണി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും സ്റ്റൗ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ചപ്പാത്തിയൊക്കെ പരത്തി അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ സാധാരണ ഈ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റൗകളായിരുന്നു ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തീ പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ഇൻസിഡൻ്റ് അല്ല, പലതവണ ഇങ്ങനെ തീ പിടിക്കാണ്ട് സ്റ്റൗ കൊണ്ട് ഓരോന്ന് എഴുതി വെക്കുന്ന പോസ്റ്റർ ഉണ്ടായിരുന്നു. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ട്രെയിനകത്ത് സ്റ്റൗ കൊണ്ടുപോകുന്നതുകൊണ്ടാണല്ലോ സ്റ്റൗ കൊണ്ടുപോകരുത് എന്ന് എഴുതി വെക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റൗ കൊണ്ടുപോകുന്നവർ തന്നെ. പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രത്തോളം വേറെ വാഹനമോ യാത്രാ സൗകര്യങ്ങളോ ഒന്നും ഇവിടുത്തെ മാതിരിയല്ല. അവിടേക്ക് പോകുമ്പോൾ അവിടെ അവർ ഗ്രാമീണരാണ്. അപ്പോൾ അവർ ഒരു 2-3 ദിവസത്തേക്ക് പോകുന്ന സമയത്ത് തിന്നാനുള്ളതെല്ലാം കരുതി കൂടെ പോവുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നതിനകത്തുനിന്ന് പിടിക്കപ്പെട്ട ഒരു തീയാണെന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. അത് പക്ഷേ അത് തീ വെച്ചതാണെന്ന് പ്രചരിപ്പിച്ചാണ് ഈ വംശഹത്യ ഉണ്ടാക്കിയത്. ആ വെച്ചതാണെന്ന് പ്രചരിപ്പിച്ചത് RSSഉം ഇന്നിപ്പം പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി സഹിതമുള്ള ആൾക്കാർ ചേർന്ന് തന്നെയാണ്. അതിന് നമുക്കൊന്നും ആർക്കും ഒരു സംശയവും. അത് എല്ലാവർക്കും അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അത് കഥ ഫുള്ള് കാണാം, അത് തന്നെയാണ് നടക്കുന്നതെന്ന് അറിയാം. പക്ഷെ എന്നിട്ടും അത് അങ്ങനെ തന്നെയാണ്. ലോകവ്യാപകമായിട്ടുള്ള പ്രചാരണവും കാര്യങ്ങളും ഇതിനെതിരെ നമ്മൾ ആ സമയത്ത് നമ്മളൊക്കെ ഇഷ്ടംപോലെ എഴുതുകയും പറയുകയും എവിടെല്ലാം നമുക്ക് ഇതിനെതിരായി പറയാൻ പറ്റുമെന്ന് നല്ല നിലവാരത്തിൽ പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ വാജ്പേയി RSSലുള്ള ആളാണ്, BJP പ്രൈം മിനിസ്റ്റർ ആണെന്ന് ഓർക്കണം. അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ ഈ മോദിയെ പിരിച്ചുവിടണമെന്ന് പറയുന്ന അവരുടെ ഇൻറ്റേർണലായിട്ട് പറയുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വെരിഫിക്കേഷനുള്ള കാര്യങ്ങളല്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അന്ന് പ്രസിഡൻ്റ് ആയിരുന്ന അബ്ദുൽ കലാം അവിടെ പോയി ഈ കാര്യത്തിനകത്തൊരു തീരുമാനം എടുക്കും നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന. എന്നിട്ട് അദ്ദേഹം അവിടെ പോയിട്ട് എന്താ ചെയ്തത്? നന്നായി ഗവൺമെൻറ് ഈ റെഫ്യൂജീസിനെ മുഴുവൻ നോക്കുന്നുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടിങ്ങി വന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം വെറുത്തു പോയ മറ്റൊരാളില്ല. നമ്മൾ വേറെ നിലവാരത്തിൽ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. ആ ആള് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ തകർത്ത് കളഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അയാൾ വന്നിട്ട് ഒരു നടപടി എടുക്കും. അത്രത്തോളം പ്രകടമായ ഈ വംശഹത്യ നടന്നതാ. അതിനകത്ത് ഒരു നടപടി എടുക്കപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അയാളെ തിരഞ്ഞെടുത്തത് ഈ BJP ആയത് കാരണം കൊണ്ട് അതിൻ്റെ ചായവേള കാണിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് സത്യത്തിൽ വ്യക്തിപരമായി ഞാൻ വെറുത്തു പോയതാണ്. എന്നിട്ട് ഇത് ഒരു പബ്ലിക് കത്ത് ഞാൻ എഴുതി അയക്കാൻ ബാധ്യത വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ
ടു ടു എ പ്രസിഡൻറ്റ് ടു ഓൾ പ്രസിഡൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്ന അന്നൊക്കെ ഇൻ്റർനെറ്റിനകത്തൊക്കെ ആ കത്തൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ശരിക്കും പറഞ്ഞാൽ ആ കത്ത് എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട്, ഈ അന്ന് എഴുതിയ കത്ത്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാൻ ബാധ്യത വരുന്ന അത്രത്തോളം നമ്മളെല്ലാം ഷോക്കിംഗ് ആയിട്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ വർഗീയ ധ്രുവീകരണമുള്ള ഇത് മുഴുവനും അത് വയലൻസ്, നിയമം കയ്യിലെടുക്കാൻ അനുവദിച്ച ആദ്യത്തെ സ്ഥലമാണ്. ബാക്കിയൊക്കെ പല സമയത്ത് ഇപ്പം സിക്കറായിട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരെ ശിക്ഷിക്കാൻ കഴിയാതെ പോയതിലൊക്കെ നമ്മളെല്ലാം ദുഃഖിക്കുമ്പോഴും അത് ഒരു സമയത്ത് ലെജിറ്റിമേറ്റ് ചെയ്ത് പോയിട്ടേ ഇല്ല. മാസിന് അതുകൊണ്ടാണല്ലോ വേണ്ടിയിരുന്നത്. മോഡി പിന്നെ അവിടെ ഭയങ്കര ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചു വന്നത്. അതുകൊണ്ട് എന്താ സംശയം? ഭൂരിപക്ഷം എന്ന് പറയുന്നത് സ്ട്രാറ്റജിയാണ് ശരിക്കും. ഞാൻ പറയുന്നത് ആളുകൾ ജാതിയിലും മതത്തിലുമാണ് ജനിക്കുന്നത്. അതിനകത്ത് എന്താ അത്ഭുതം? വോട്ട് കൂടുതൽ മേടിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ജാതിക്കും മതത്തിനും വേണ്ടി തന്നെയാണ് ഇപ്പോഴും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെല്ലാം അങ്ങനെയല്ലേ? അത്ഭുതകരമായിട്ടുള്ള എന്താണുള്ളത്? പേടിപ്പിക്കുന്ന സ്ട്രാറ്റജി അല്ലേ എന്നുള്ളതാണ്. എന്ത് പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്? നിങ്ങളൊരു ഇന്ത്യക്കാരനല്ലാതാക്കുക എന്നുള്ളതാണ് ചെയ്തത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആരാണോ കൂടുതലുള്ളത് അവരെ വോട്ട് ചെയ്യും. ഇപ്പം ഈ എന്താണ് കാൻഡിഡേറ്റിനെ നിർത്തുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയിലെ കാൻഡിഡേറ്റിനെ നിർത്തുന്നത് എങ്ങനെയാണ്? ജാതി മതം നോക്കിയിട്ടാണ് നിർത്തുന്നത് എന്നുള്ളവരെ എല്ലാവർക്കും അറിയാമല്ലോ. അതെന്താ അത്ഭുതകരമായിട്ടുള്ളത്? അതുകൊണ്ട് ഭൂരിപക്ഷം കിട്ടുക എന്ന് പറയുന്നതിനകത്ത് എന്താ അത്ഭുതം? നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഐഡൻറ്റിറ്റിയാണ് നിങ്ങളിലെ എന്താണ് ഡോമിനൻ്റ് ആയിട്ട് മാറ്റുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യും. അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നതിന് വിദ്യാഭ്യാസം തൊട്ട് ഇത്തരത്തിലുള്ള നിലപാടുകളെടുത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഭരിക്കുന്ന ഒരു സമൂഹത്തിനകത്തല്ലേ അത് മാറത്തുള്ളൂ. മാറ്റിയിട്ടില്ല. മാറ്റുന്നതിന് പകരം അത് റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലവാരത്തിൽ ചെയ്യപ്പെട്ട ആ സാധനത്തിന് അത്ഭുതകരമായി യാതൊന്നുമില്ല. നിയമം കയ്യിലെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പശുവിൻ്റെ കാര്യത്തിനകത്ത് ഇതുപോലെ നിയമം കയ്യിലെടുക്കാൻ അനുവദിച്ചില്ലേ? ഇതേപോലെ എത്രയോ സ്ഥലങ്ങളിൽ ആൾക്കാരെ അടിക്കാനും ഉപദ്രവിക്കാനായിട്ട്. ഇപ്പോൾ ആ ഹോളി നടന്ന സമയത്ത് ആ ഓരോ പള്ളിയുടെ മുന്നിലും ഉള്ള എടുത്ത് അത് മുഴുവനും പൊതിഞ്ഞു കിട്ടിയില്ലേ? ഇപ്പം സുപ്രീം കോടതി വലിയ ന്യായം എന്നുള്ള നിലവാരത്തിൽ ബുൾഡോസർ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഈ 2 കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരുന്ന അവന്മാരാണ് ഇന്ന് പറയുന്നതെന്ന് പറയണം. നാണോ മാനോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ടി വരും ഈ കോടതിയിൽ ഇരിക്കുന്നവനൊക്കെ. അവനൊക്കെ കണ്ണ് കാണത്തില്ലേ? ടെലിവിഷൻ കാണത്തില്ലേ? പിന്നെ ഇപ്പം എന്തോ അത്ഭുതകരമായി പറയുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് എന്താണ് മോദിയും ബാക്കിയുള്ളൊരു ദുർബലരാണെന്ന് തോന്നിയുകൊണ്ട് മാത്രമായിരിക്കണം അവന്മാരത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ന്യായമൊന്നുമില്ല. കാരണം രാമജന്മഭൂമിക്ക് വേണ്ടി ഡേറ്റ് ജീവനുള്ള ഒരു സാധനമാണെന്നുള്ള നിലവാരത്തിൽ രാമനും സീതയൊക്കെ സ്വന്തമായ നിലവാരത്തിൽ അവിടെ വന്ന് വാദിച്ച നിലവാരത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചവന്മാരാണല്ലോ ഈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന വിദ്വാനൊക്കെ. ഈ പാർട്ടികളെല്ലാവരും കൂടെ ചെയ്തെടുത്ത സാധനമാണ്. ആ നിലവാരത്തിൽ നമുക്ക് അപമാനകരമാണ് ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. കുറെ ബാക്കിലേക്ക് വലിച്ചില്ല അവര്. കുറെ ബാക്കിലേക്കല്ലടൂ, ഇരുന്നതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിൽപ്പെട്ടു എന്നുള്ളതാണ്. ബാക്കൊന്നും ഇല്ല. എല്ലാം ജാതി മതത്തിൽ തന്നെ ജീവിച്ചിരുന്ന മനുഷ്യർ തന്നെയാണ്. അവരെ ഒരു ഇന്ത്യക്കാരാക്കി മാറ്റുക എന്ന് പറഞ്ഞ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്. അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ട് വേണം, ആൾക്കാരെ പഠിപ്പിച്ചിട്ട് വേണം പൗരന്മാരെ ഉണ്ടാക്കാൻ. അതൊരു കാലത്തും ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, എല്ലാ അമ്പലത്തിലും പള്ളിയിലും പ്രാർത്ഥിക്കുന്ന പോലെ ഈ സകല സ്കൂളിലും പ്രാർത്ഥന നടത്തി ഈ ജാതി മതം അനുസരിച്ചിട്ട് ആൾക്കാരെ നിലനിർത്തുക എന്നുള്ളതാണ് അവർ ചെയ്തിരുന്നത്. അതിൻ്റെ മുഴുവനും ഇത് അന്നൊക്കെ ഭരിച്ചിരുന്ന കോൺഗ്രസിനകത്തെ ഏറ്റവും മോശം വിഭാഗം എന്ന് നമ്മൾ കോൺഗ്രസിനകത്തെ മോശം വിഭാഗമാണ് ഈ BJP ആയിട്ട് മാറിയത്. ഫുള്ള് അവിടുന്ന് അങ്ങനെ തന്നെയാണ്. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് പകരം ഇൻ ദ നെയിം ഓഫ് ലോഡ് എന്നോ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നോ പറഞ്ഞ് അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞവന്മാരെല്ലാം അതേ കോൺസ്റ്റിറ്റ്യൂൻസി അസംബ്ലിയിൽ തന്നെ ഇരുന്നിരുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ അസംബ്ലിയിലെ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് ഈ നമ്മളിന്ന് കാണുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അന്ന് തൊട്ട് അതിനകത്തുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ BJP RSS എന്ന് പറയുന്നത്. അല്ലാതെ കോൺഗ്രസ് വിരുദ്ധമായിരിക്കുന്നത് എന്നുള്ളതൊന്നുമല്ല. അതിൻ്റെ അകത്തെ ഏറ്റവും മോശപ്പെട്ട എലിമെൻസാണ് ഒന്നിച്ചു കൂടിയാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് അത്ഭുതമൊന്നും പെടേണ്ട കാര്യമൊന്നുമില്ല. ഭൂരിപക്ഷം മേടിക്കുന്നു എന്ന് പറയുന്ന കാരണം കൊണ്ടൊന്നുമില്ല. ആ ഭൂരിപക്ഷം മേടിച്ചിരുന്നത് മുഴുവനും ഇങ്ങനെയാണ്. ആളുകൾ കഴിഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് കാപ്പ് പഞ്ചായത്തുകളാണ് വടക്കേ ഇന്ത്യയിൽ മുഴുവനുള്ളത്. അത് മുഴുവൻ ജാതിക്ക് അനുസൃതമായിട്ടുണ്ടാക്കിയിട്ടുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തുകൾ അങ്ങനെ തന്നെ തുടരുക എന്നുള്ളതാണ് ചെയ്തത്. പഞ്ചായത്തിൻ്റെ മണം അടിച്ച എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുള്ളത് നമ്മുടെ ഈ കേരളത്തിലൊക്കെയാണ്.
ഇവിടെയാണ് ത്രിതല പഞ്ചായത്തുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചതിൻ്റെ അല്പമെങ്കിലും ഉള്ളത്. അത് തന്നെ ഗ്രാമപഞ്ചായത്ത് മാത്രമേ നേരം ഉണ്ടായിട്ടുള്ളൂ, മറ്റുള്ളതൊന്നും ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യം നമുക്ക് കാണാം. ഈ നിലവാരത്തിൽ ഒരു മാറ്റവും മാറ്റം വരുത്താതെ ഈ ബ്രിട്ടീഷുകാർക്ക് പകരം വടക്കേ ഇന്ത്യയിലെ മുതലാളിമാർ ഭരിക്കുന്ന ഒരു രാജ്യമായിട്ട് അത് മാറി എന്നുള്ളതാണ് നമുക്ക് ആകെ ഉള്ളത്. ഇന്ന് വടക്കേ ഇന്ത്യൻ മുതലാളിമാരുടെ അധിനിവേശം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ. ഇങ്ങനെയാണ് നമ്മളത് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹിന്ദി പഠിക്കണം അവന്മാർ നിർബന്ധിക്കുന്നത്. നാഷണൽ ലാംഗ്വേജ് എന്ന് അങ്ങനെ ഒരു സാധനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. എന്നിട്ട് ഈ എന്താണ് ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഇവര് എന്തുകൊണ്ട് ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നത് ആളുകളുടെ തലയ്ക്ക് മേളിൽ കൂടെ പോകുന്നതാണ് ഡെവലപ്മെന്റ്. സാധാരണ ജനങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവരുടെ തലയ്ക്ക് മേളിൽ കൂടെ ഒരു ചെറിയ ശതമാനം ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതാണ് ഗുജറാത്ത് മോഡൽ. സിറ്റിയിൽ മാത്രം, സിറ്റി എന്നുള്ളതല്ല, ധനമുള്ളവരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നതും ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് നമ്മളിപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു റോഡിലേക്ക് അവരുടെ ഒരു വാഹനം കയറാനൊക്കാത്ത നിലവാരത്തിൽ മാറ്റിക്കളയും. ടാക്സുകളും അത് മുഴുവൻ ഈ പാവം പിടിച്ച മനുഷ്യരുടെ തലയ്ക്ക് മേളിൽ കൂടെ നടക്കുന്ന വികസനത്തിനെയാണ് ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ കൂലി ഇത്ര കൂടുന്നത്? സാധാരണക്കാരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാക്കുന്ന മാറ്റമാണത്. സാധനങ്ങൾക്ക് വില കൂടുന്നു എന്ന് പറയുമ്പോഴും ധനമുള്ളവരായിട്ട് ആൾക്കാർ അതെല്ലാം വാങ്ങാൻ കഴിവുള്ളവരായിട്ട് മാറും. അത് വടക്കേ ഇന്ത്യയിലോട്ട് നമ്മൾ പോയാൽ മതി. അവിടെയുള്ള ഈ വടക്കേ ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരും ഇപ്പോൾ ഈ ജോലി ചെയ്യാനായിട്ട് പണ്ട് കേരളത്തിലുള്ള ഒരു സ്കിൽഡ് ലേബർ പുറത്തേക്ക് പോകുന്നത് പോലെയാണ് നമ്മൾ പുറത്തോട്ട് പോയിരുന്നത്. ഇത് ഈ അൺസ്കിൽഡ് ലേബർ മുഴുവനാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ ജീവിത നിലവാരം ഉയർന്നത് കൊണ്ടാണ്, കൂലി കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണ്. ഇതാണ് ഡിഫറൻസ്. നമ്മൾ ഈ കേരള മോഡൽ, അതിനകത്തെ കേരള മോഡൽ എന്ന് പറയുന്നതിനകത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അല്ലല്ല, നല്ല മോഡൽ എന്നുള്ള അർത്ഥത്തിലുള്ള ചർച്ചയിൽ നമ്മൾ പോകണ്ട. ജനങ്ങളെ, സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്തുന്ന സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് ദളിതരായ ആൾക്കാരെ കോളനികളിൽ അടച്ചിട്ടുള്ള ഒരു കേരള മോഡലും കൂടെ ആയത്. അത് മറക്കണ്ട. അത് മറന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൂടാ. മനസ്സിലായി. എങ്ങനെയാണ് ലക്ഷം വീട് കോളനി ഉണ്ടായത്, അത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം അത് മറന്നു പോയിട്ട് ഇത് മിണ്ടിക്കൂടാ. പക്ഷെ അതേ സമയത്ത് സാധാരണ ആൾക്കാരായാലും ഈ ലക്ഷം വീട് കോളനിയിലുള്ള തൊഴിലാളിക്കും 800 രൂപ 700 രൂപയും കണിശമായിട്ടും കൂലി കിട്ടുന്ന ഒരു കേരളമാണെന്ന് നമ്മൾ മറന്നുകൂടാ. ഒരേ സമയത്ത് ഇത് രണ്ടും കാണേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളം മെച്ചപ്പെട്ട മോഡലായിട്ട് കാണുന്നതല്ല. ഇന്ത്യയിലെടുത്താൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലവാരത്തിൽ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ട്. പക്ഷേ ജാതിമത ബോധങ്ങളുടെ മേഖലയിലുള്ള വിദ്യാഭ്യാസമൊന്നും നമുക്ക് കിട്ടിയിട്ടുമില്ല. അതിപ്പോഴും നമുക്കിവിടെ പാട് തന്നെയാണ്. ഇവിടെ ആ നിലവാരത്തിൽ സ്ത്രീകളുടെ കാര്യത്തിനകത്തായാലും ശരി, ദളിതരായ ആൾക്കാരുടെ കാര്യത്തിനകത്തായാലും ശരി, ആ നിലവാരത്തിൽ ഒരു ഗുണപരമായ മാറ്റം ധനപരമായിട്ട് ജോലിയുടെ കാര്യത്തിനകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മറ്റൊരു തരത്തിലുള്ള ഈ വിവേചനങ്ങൾ അത് അനുഭവിക്കുന്ന പ്രശ്നം നമ്മുടെ കേരളത്തിനുണ്ട്. അതില്ലെന്ന് ഞാൻ കാണുന്നില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ മേഖലയ്ക്കകത്തും അത് മുന്നേ പോയിട്ടുണ്ട്. ആ മുന്നേ പോയിരിക്കുന്നത് കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഇടപെടലിന് ഇവിടെ ഇടപെട്ടിട്ടുള്ള എല്ലാ വിഭാഗങ്ങളുടെയും സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതൊരു എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തന്നെ വലിയ വലിയ ശക്തിയിൽ വടക്കൻ കേരളത്തിലുണ്ടാകും. അതേസമയം ജാതി വിരുദ്ധ മതവിരുദ്ധ പ്രസ്ഥാനങ്ങൾ നാരായണ ഗുരുവിൻ്റെയൊക്കെ മേലെ, അയ്യങ്കാളിയുടെ മേഖലയിൽ ഉണ്ടാകുകയും യുക്തിവാദി പ്രസ്ഥാനം അയ്യപ്പൻ്റെ ഇതിനകത്തുണ്ടായത്, അതിനുശേഷം ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായ ഒരു ചേഞ്ചാണ് കേരളത്തിനുണ്ടായിട്ടുള്ളത്. ഇത് ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഞാൻ പറയുന്ന ഒരു 3.5 പ്രസ്ഥാനം എന്നുള്ള നിലവാരത്തിൽ പറയും. കാരണം ഒരു അരപ്രസ്ഥാനമേ യുക്തിവാദി സംഘമുള്ളൂ. ബാക്കി ശ്രീനാരായണ പ്രസ്ഥാനവും അയ്യങ്കാളിയുടെ പ്രസ്ഥാനവും കൂടെ ചേർന്നിട്ടുണ്ടായിട്ടിരിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഈ വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ മേഖലയിൽ. അതുകൊണ്ട് ഈ സാധാരണ ജനങ്ങളുടെ എന്നാൽ കേരളത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അയ്യങ്കാളിയും നാരായണ ഗുരുവും ഇനിഷ്യേറ്റ് ചെയ്തതാണ്. അതാണ് അതിനകത്ത് ഉള്ളത്. അവർ ഇനിഷ്യേറ്റ് ചെയ്ത സാധാരണക്കാരുടേതായ മൂവ്മെൻ്റ് ആയിട്ട് അത് മാറുന്നു എന്നുള്ളതാണ്. താഴെ തട്ടിലുള്ള ജനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് ബെനിഫിറ്റ്സ്. അല്ല, അവരാണ് മുൻകൈ എടുത്തത്. ഏറ്റവും അവസാനം ഇവിടെ നവീകരിക്കപ്പെട്ടത് ബ്രാഹ്മണ സഭയ്ക്കകത്ത, യോഗക്ഷേമ സഭയ്ക്കകത്തൊക്കെ ഉള്ള മാറ്റം വരുന്നത് അവസാനമാണ്. മറ്റേ അതേ സമയത്ത് ഇപ്പോൾ ബംഗാൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല.
അവിടെ ഈ രാജാ റാംമോഹൻ റോയും അതുപോലെ തന്നെ മറ്റേ എന്താണ് രണ്ട് പ്രസ്ഥാനമുണ്ട്, ഒന്നിൻ്റെ പേര് മറന്നിപ്പോൾ. ആ മേൽത്തട്ടിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ താഴ്ത്തട്ടിലുള്ള ആൾക്കാർ താഴ്ത്തട്ടിൽ നിന്ന് മുൻകൈ എടുത്തു എന്നുള്ളതാണ് കേരളത്തിനകത്തെ സവിശേഷമായ വ്യത്യാസം ഉണ്ടാക്കിയത്. ഈ മാറ്റം അതിനോട് തുടർന്ന് വന്നിട്ടുള്ള ഭൂപരിഷ്കരണം അത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞ അവർ കോളനിവൽക്കരണം എന്ന് പറയുന്ന സാധനം ആ സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ മിഡിൽ പാർട്ടിലുണ്ടായിരുന്ന വിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്, മേൽത്തട്ടി നല്ലത്. അപ്പോൾ അതുകൊണ്ടുണ്ടായിരിക്കുന്ന നല്ല മാറ്റം കേരളത്തിനകത്തുണ്ടായിട്ടുണ്ട്. ഈ തരത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അല്ല ഈ വടക്കേ ഇന്ത്യനകത്ത് നടക്കുന്ന ഒന്നും തന്നെ. ഇപ്പോൾ അവിടെ റോഡ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞാലും പാലം ഉണ്ടാകുന്നെന്ന് പറഞ്ഞാലും വികസിച്ച സമൂഹം ഉണ്ടാകുന്നെന്ന് പറയുന്നത് ഒക്കെ ധനവാനായിരിക്കുന്ന ആൾക്കാരുടെ നഗരങ്ങളിലെ യുക്തികൾ മാത്രമേ ഉള്ളൂ. സാധാരണക്കാരൻ്റെ ജീവിതത്തിനകത്ത് തൊട്ടിട്ടില്ല. ഗുജറാത്തിലെ ഗ്രാമങ്ങളിലെല്ലാം നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഒരു 100 വർഷം മുമ്പ് എങ്ങനെ കാണുന്നു അതുപോലെ ഇപ്പോഴും അവിടെ കഴിയുന്നുണ്ട്. അത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അതൊരു മോഡലേ അല്ല നമുക്ക്. അത് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു ഈ 100 സ്മാർട്ട് സിറ്റി 2015 100 സ്മാർട്ട് സിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് മോദി. ഒരെണ്ണം ഉണ്ടായിട്ടില്ല. 10 വർഷമായി. ഇത് ഇന്ന് പ്രതിമ ഉണ്ടായല്ലോ. അല്ല അതല്ലല്ലോ, അത് അങ്ങനത്തെ നമ്മൾ തമാശകൾ പറഞ്ഞ് ഇത് തീരത്തില്ല. അതാ ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ നമ്മളത് ഒരു കാർട്ടൂണിൻ്റെ ലോകത്ത് പറയരുത്. അത് എപ്പോഴും നമ്മൾ അറിയേണ്ടതാണ്. സ്മാർട്ട് സിറ്റി എന്തുകൊണ്ട് സ്മാർട്ട് സിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയണ്ടേ. 10 വർഷം കഴിഞ്ഞ് അതിൻ്റെ പ്രോഗ്രാം 10 വർഷത്തേക്ക് ഇട്ടിരുന്നത് ഒറ്റ ഒരെണ്ണം ഉണ്ടായിട്ട് 2 ലക്ഷം കോടി ചെലവഴിച്ചിട്ടുണ്ട്. എവിടെ പോയെന്ന് പറയണ്ടേ. ഇതുപോലുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു നോക്കണം. അത് ഈ ഡെവലപ്മെൻറ്റ് പാറ്റേണിനെ പറ്റി പറയുന്ന സമയത്ത് ബുള്ളറ്റ് ട്രെയിന് വരുമെന്ന് പറയും, വന്ദേ ഭാരത് കിട്ടും. പക്ഷെ സാധാരണക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റ ട്രെയിനും സമയത്ത് ഓടാതായിപ്പോയി. അതിനകത്തെ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ പോകുന്ന ട്രെയിനിനകത്ത് മനുഷ്യർക്ക് കയറാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ പാവം പിടിച്ച മനുഷ്യരെയാണ് ചീത്ത പറയുന്നത് എല്ലാവരും. അവരെല്ലാ ഇതിനകത്ത് കയറും. അവിടെ ട്രെയിനിനകത്ത് റിസർവേഷൻ ഇല്ലാത്തടത്തെല്ലാം അവർ കയറിയിരിക്കുന്നു എന്ന് പറയുമ്പം ഒറ്റ ട്രെയിനാണ് ഒരു ദിവസം പോകുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതാണ്. അവരെവിടെ കയറും? എന്നിട്ട് അത് മുഴുവൻ അവരുടെ കുറ്റവും അവരുടെ മോശത്തരവും അവർ വൃത്തിയില്ലാത്തവരാണെന്ന് തെളിയിക്കുന്ന നിലവാരത്തിലാണ് അതിൻ്റെ അകത്ത് കക്കൂസ് മുഴുവൻ കിടക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് 2 വന്ദേ ഭാരത് കിട്ടും. എന്നിട്ട് വന്ദേ ഭാരത് ഓടിക്കാൻ ഇതുമില്ല, ട്രാക്കില്ല, വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന അതിൻ്റെ സിഗ്നൽ സിസ്റ്റം മുഴുവൻ തെറ്റിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ചെയ്ത് എത്ര ആക്സിഡൻസ് ആണ് ഈ റീസെൻ്റ് ആയിട്ടുണ്ടായത്. ഇത് മുഴുവനും ഈ പണക്കാർക്ക് വേണ്ടിയുള്ള ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന സാധനം ചെയ്യുകയും സാധാരണക്കാരെ വിട്ടുകളയുകയും ചെയ്ത് വെറുതെ തൊഴിലുറപ്പ് പദ്ധതി ലോകത്ത് ഇതുപോലെ ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല ലോകത്ത്. ഏതെങ്കിലും നിലവാരം നമുക്ക് മൻമോഹൻ സിംഗിനെ ചരിത്രത്തിനകത്ത് മറക്കാനൊക്കാത്ത ഒരു സാധനമാണ്. ഒരു വലിയ കണ്ടെത്തലാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് തൊഴിലുറപ്പ് വരുത്തുന്ന വഴി എല്ലാവരുടെയും കയ്യിൽ കുറച്ച് പണം എത്തുകയും അത് മുഴുവൻ കമ്പോളം മുഴുവൻ ഉണർത്തുന്ന നിലവാരത്തിൽ അവർ ഓരോ സാധനം മേടിക്കുന്നവരായിട്ട് കഴിവുള്ളവരായിട്ട് മാറുക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ആ സാധനം ഘട്ടം ഘട്ടമായി പണം കൊടുക്കാതെയും ദിവസങ്ങൾ കുറച്ചും അതിനിങ്ങനെ കാഷ്ടിച്ച് ജീവിക്കുന്നിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലുള്ള ദ്രോഹപ്രവൃത്തി മാത്രമാണ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മോദി എന്ന് പറയുന്ന വിദ്വാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മറ്റേതിൻ്റെ പേരെന്താ, പണം കള്ളനോട്ട് പിടിക്കാനായിട്ട് പോയ നടപടി എന്തായിരുന്നു? നോട്ട് ബാൻ. അയ്യോ, ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു തുഗ്ലക്കിനെ പറ്റി പണ്ട് നമ്മൾ പറയുന്നതിനേക്കാളും ഭീകരമാണ്. എത്ര മനുഷ്യർ ചത്ത്, എത്ര പേരുടെ ജീവിതം നശിപ്പിച്ച്. ഇതിനൊന്നും ഒരു ഓഡിറ്റിങ്ങും ഇല്ല. 50 ദിവസം കഴിഞ്ഞിട്ട് എന്നെ കത്തിച്ചോളാൻ പറഞ്ഞാണ്. പിന്നെ എങ്ങനെയാണ് ഇയാൾ ഇത്രയും നാൾ ജീവനോടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. ആത്മഹത്യ ചെയ്ത് കാണിക്കേണ്ട ഒരു ഇതല്ലേ. നുണ പറയുന്ന ആളാണ്. അല്ല, കള്ളം പറയുന്നതല്ല. കള്ളം പറയുമ്പം ഇത് പരസ്യമായിട്ട് പറഞ്ഞതല്ലേ. എന്തുകൊണ്ടാണ് ചുണയുണ്ടെങ്കിൽ അയാൾ അത് ചെയ്ത് കാണിക്കാത്തത്? നമ്മളോടാ പറയുന്നത് കത്തിക്കണമെന്ന്.
അവസാനം ജയിലിൽ പോയി കിടക്കാനല്ലേ നമ്മളെ. ഇതുപോലുള്ള ഞാൻ പറഞ്ഞു ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ നോക്കണം. പുൽവാമ എങ്ങനെയാണ് അത്രയും പട്ടാളക്കാർ ചത്തതെന്ന് ഇതുവരെ ഒരു അന്വേഷിച്ച ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. അത് ഇങ്ങനെ അങ്ങ് സംഭവിച്ചതാണല്ലോ, താനേ സംഭവിച്ച പോലാണ്. നമ്മൾ ഈ പറയുന്ന സകല ബോംബ് സ്ഫോടനം നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഇന്ത്യയിലുണ്ടായിട്ടുള്ള എല്ലാ ബോംബ് സ്ഫോടനവും ഇവിടുത്തെ ഹിന്ദു ഔട്ട്ഫിറ്റ്സുകൾ ചെയ്തതാണെന്ന് അതിൻ്റെ മുഴുവൻ എണ്ണത്തിനെയും പറ്റിയും പഠിച്ച സ്ഥലത്ത് വന്നതാണ്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നവനെല്ലാം അവസാനം MLA MP ആയിട്ടുണ്ട്. ഇതുമെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ്. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത നിലവാരത്തിൽ ഇന്ത്യക്കകത്ത് ഏതെങ്കിലും നിലവാരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ഇവിടെ ശരിക്കും മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് ഒരു 8% തൊട്ട് 10% വരെയുള്ള വളർച്ചാ നിരക്ക് കാണിച്ചിരുന്ന സമൂഹങ്ങളാണ്. അത് ഇന്നിപ്പം 5ഉം 4ഉം ഒക്കെ ആയിട്ട് അതിന് കണക്ക് മുഴുവൻ തെറ്റിച്ചാണ് ഇന്ന് എഴുതുന്നത്. അത് ഇതുപോലെ സെൻസസ് നടത്തത്തില്ല. 10 വർഷം കൂടുമ്പോൾ സെൻസസ് നടത്തിയിരുന്നത് ഒരു രാജ്യമാണ്. സെൻസസ് നടത്തി കണക്കില്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് വലിയ ശരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് കോവിഡ് പിടിച്ച ചത്തവരുടെ കണക്കുള്ളത്. വേറൊരു സ്റ്റേറ്റിലും ഇല്ല, കണക്കില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ കണക്കുള്ളത്, ഏറ്റവും കൂടുതൽ ആളുകൾ ചത്തിരിക്കുന്നത് കേരളത്തിലാണ്. കാരണം കണക്കുണ്ട്. മറ്റുള്ളിടത്തൊക്കെ ചത്തിട്ടില്ല. അന്ന് എന്താണ് ഗംഗയുടെ ഒക്കെ തീരപ്രദേശത്ത് നമ്മളിങ്ങനെ കണ്ണെത്താത്ത ദൂരത്തിൽ ആൾക്കാരെ കത്തിച്ച നാടാണ്. അത് ഒന്നും കണക്കില്ല. കണക്കില്ലാതാക്കിയിട്ടാണ് ഈ വികസനം മുഴുവനും അവർ പറഞ്ഞിട്ടുള്ളത്. ഈ നിലവാരത്തിൽ കണ്ണിൽ പൊടിയിട്ട് എന്നിട്ട് 10 കോടി രൂപ ഉണ്ടായിരുന്നവൻ 5000 കോടിയുടെ ഉടമസ്ഥനായിട്ട് മാറുന്ന അദാനിയും അംബാനിയും എല്ലാം ഉണ്ടായി. ഇതാണ് നടന്നിട്ടുള്ളത്. ഒരു ചോദ്യം ഇപ്പോഴും എന്നാൽ ഇന്ത്യയിലെ 1% ആൾക്കാരുടെ കയ്യിൽ സകല പണവും കുന്നുകൂടുന്ന സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഗുജറാത്ത് മോഡൽ വികസനത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സാധനം എങ്ങനെങ്കിലും അധികാരത്തിൽ വരുന്നതിന്, ഈ ആളുകളെ ധ്രുവീകരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് അന്ന് ആ വംശഹത്യ മുഴുവൻ ചെയ്തത്. ഈ ചെയ്തെടുത്ത സകല സാധനവും ഇന്ന് ഡിസ്കഷന് വന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കൊണ്ട് ഗുണമുണ്ടായത്. അത് ഞാൻ ചെറിയ കാര്യമായിട്ട് കാണുന്നേയില്ല. ഒരു 30 വർഷമായിട്ട് പലതരത്തിൽ നമ്മളിത് സംസാരിക്കാനുണ്ട്. ഈ കലാപം നടന്നോട്ട് നമ്മൾ അതിൻ്റെ മേളിൽ സംസാരിക്കുന്നതാണ്. എത്രയോ കാര്യങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ ലീഫ്ലെറ്റും അടിച്ച് നടന്ന് സംസാരിക്കുക, എത്ര വീഡിയോയ്ക്കകത്ത് സംസാരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇന്ന് എന്താ പറഞ്ഞാൽ വീണ്ടും സർഫസ് ചെയ്യാനായിട്ട് സംബന്ധിച്ചു എന്നുള്ളതാണ് എമ്പുരാൻ സിനിമ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ. ഞാൻ അതുകൊണ്ടാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ നിലവാരത്തിൽ. സിനിമയുടെ യുക്തിക്കകത്തുള്ള ചർച്ചയല്ല, രാഷ്ട്രീയമായിട്ടത് വിജയിച്ച സിനിമയാണ്. അതാണ് അതിനകത്ത് പറയാൻ.